ഷഹബാസിൻ്റെ ഈ ഒരു റിസൾട്ട് കണ്ട് ഒരുപാട് വേദനിച്ചവരായിരിക്കും നിങ്ങളൊക്കെ. ഒരുപക്ഷെ ഷഹബാസ് ഉണ്ടായിരുന്നുവെങ്കിൽ അവൻ്റെ സ്വപ്നങ്ങളിലേക്ക് അവനക്ക് വലിയ സന്തോഷം നൽകുന്ന ഒരു റിസൾട്ടായിരിക്കും അവന് ലഭിച്ചിട്ടുണ്ടായിരിക്കുക. മുഴുവൻ A+ വരെ വാങ്ങാൻ തരത്തിലുള്ള മിടുക്കനായ കുട്ടിയായിരുന്നു ഷഹബാസ് എന്ന് അവൻ്റെ മാതാപിതാക്കളും അവൻ്റെ അധ്യാപികമാരൊക്കെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഒരുപാട് സങ്കടങ്ങളെ തോന്നിപ്പിച്ചിട്ടുള്ള ഒരു നിമിഷമായിരുന്നു. അവൻ്റെ റിസൾട്ടിന് എല്ലാ വിഷയങ്ങൾക്ക് നേരെയും ആബ്സെൻ്റ് എന്ന് കാണുമ്പോൾ ആ പൊന്നു ഷഹബാസ് ഖബറിൽ നിന്ന് ഇതെല്ലാം അറിയുന്നുണ്ടാവില്ല എന്ന് നമ്മൾ അറിയാതെ ഓർത്തു പോവുകയാണ്. എന്തിനു വേണ്ടി കൊന്നുവെന്നോ എന്തിനു വേണ്ടി കൊല്ലപ്പെട്ടുവെന്നോ അറിയാത്ത ഒരു സാഹചര്യത്തിലല്ലേ ഷഹബാസും അവനെ കൊന്നിട്ടുള്ള അവൻ്റെ സുഹൃത്തുക്കളായ മറ്റു കുട്ടികളൊക്കെ ഇരിക്കുന്നത്. എന്ത് തന്നെയായാലും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നിയമ സംവിധാനങ്ങൾക്കനുസരിച്ച് മാത്രമേ ഈ കുറ്റാരോപിതരായ പ്രതികൾക്കെതിരെ നിയമ നടപടികൾ എടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ രാജ്യത്ത് കഴിയുമ്പോൾ ഈ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയെ നമ്മൾ അംഗീകരിക്കുക തന്നെ വേണം. അല്ലാതെ ഈ അവർക്ക് നൽകിയ ശിക്ഷ പോരാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥ ഒരിക്കലും നമ്മൾ തള്ളിപ്പറയുകയോ അല്ലെങ്കിൽ അതിനെ അവഗണിക്കുകയോ ചെയ്യരുത്. ഓരോ മനസാക്ഷിയും പറയുന്നത് ആ പ്രതികൾക്ക് തൂക്കുകയർ തന്നെ ലഭിക്കണം എന്നുള്ളതാണ്. പക്ഷേ ഇന്ത്യയുടെ നിയമം കൂടെ നമുക്ക് ചേർത്ത് വായിക്കുമ്പോഴാണ് ഈ കുറ്റകൃത്യങ്ങളിലേക്ക് നമുക്ക് അതിൻ്റേതായിട്ടുള്ള മുന്നോട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. നമ്മുടെ ഗവൺമെൻറ് ഈ കുട്ടികൾക്ക് പരീക്ഷ എഴുതുന്നതിന് ഡീബാർ നൽകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അവർ റിസൾട്ടൊക്കെ തടഞ്ഞു വെക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർ പോലും ജയിലിൽ കിടന്ന് ആലോചിക്കുന്നുണ്ടാകും എന്തിനു വേണ്ടിയാ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നുള്ളത്. അവരെ മരണം വരെ ഈ ഷഹബാസിൻ്റെ വേദനകൾ, ഷഹബാസിൻ്റെ ഓർമ്മകൾ, അവനോട് ഈ ലോകം കാണിക്കുന്ന സ്നേഹബന്ധങ്ങൾ അവരെ അലട്ടുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അവരുടെ മനസ്സാക്ഷിയെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കും ഷഹബാസ് എന്ന് പറയുന്ന പൊന്നുമോൻ. നോക്കൂ, എന്തു ഭാഗ്യവാനാണ് ഷഹബാസ്. ഒരർത്ഥത്തിൽ ദുഃഖങ്ങളുടെ കുമ്പാരങ്ങൾ ഒരു വശത്ത് നിൽക്കുമ്പോഴും ഷഹബാസ് എന്ന് പറയുന്ന ആ പൊന്നുമോന് ഒരുപാട് പേരുടെ ഹൃദയങ്ങളിൽ മരിച്ചിട്ടും മരിക്കാത്ത ഓർമ്മകളുമായി ഷഹബാസ് ഒരുപാട് ആളുകളുടെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണ്. മരിച്ചിട്ടും ഒരുപാട് ആളുകളുടെ ഹൃദയങ്ങളിൽ ഓർമ്മകൾക്ക് മരണം സംഭവിക്കാതെ ജീവിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളത്. ഒരുപാട് ആളുകളുടെ പ്രാർത്ഥനകൾ പൊന്നുമോൻ ഷഹബാസിന് ലഭിച്ചു കൊണ്ടിരിക്കുകയാണ്. വേദനകളും സങ്കടങ്ങളും സന്തോഷങ്ങളും വിരഹങ്ങളും നിറഞ്ഞതാണ് ഈ ലോകമെന്നുള്ള സത്യത്തെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഇനിയൊരു ഷഹബാസുകൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ജാഗ്രത പാലിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.